ഹലോ, എല്ലാവർക്കും എൻ്റെ ഈസി കാർഡ് സുരേഷ് കെ എസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാം ഈ ഒരു ഇമേജാണ് 2D ആയി ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നാം ഈ നടുക്കുള്ള ഈ സർക്കിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഡയമീറ്റർ 28 ആണ്. അപ്പോൾ 28 ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. സർക്കിൾ കമാൻഡ് എടുക്കുക, സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, 28 എൻ്റർ. ഇനി ഈ സർക്കിളിനെ സെൻറ്റർ ട്രാക്ക് ചെയ്ത് രണ്ട് ലൈനുകൾ നമുക്ക് വരക്കാം. ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും രണ്ട് ലൈനുകൾ വരക്കാം. അപ്പോൾ ലൈൻ കമാൻഡ് എടുക്കുക, ട്രാക്ക് ചെയ്യാം, സെൻറ്റർ ട്രാക്ക് ചെയ്യാം, വെർട്ടിക്കലായ ലൈൻ വരയ്ക്കാം, ഓർത്തോ ഓൺ ചെയ്യണം. ഇനി ഹൊറിസോണ്ടലായും ട്രാക്ക് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം, സെൻറ്റർ ട്രാക്ക് ചെയ്ത് ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് റേഡിയസ് 42ൻ്റെ ഒരു സർക്കിൾ വരക്കാം. അപ്പോൾ സർക്കിൾ കമാൻഡ് എടുക്കുക, സർക്കിൾ കമാൻഡിൽ സെൻറ്റർ റേഡിയസ് സെലക്ട് ചെയ്യുക, ഈ സെൻറ്റർ പോയിന്റ് എടുക്കുക, 42 എൻ്റർ. ഇനി നമുക്ക് ഈ സർക്കിളാണ് വരയ്ക്കേണ്ടത്. അത് റേഡിയസ് 25 ആണ്. അതിൻ്റെ സെൻറ്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഒടുവിൽ നിർമ്മിച്ച ഈ സർക്കിളിൻ്റെ ഈ ക്വാഡ്രൻ്റാണ്. ഈ ക്വാഡ്രൻ്റിൽ നിന്നാണ് റേഡിയസ് 25 ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻ്റായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സർക്കിൾ സെൻറ്റർ റേഡിയസ് എടുക്കുക, ഈ ക്വാഡ്രൻ്റ് സെലക്ട് ചെയ്യുക, ദെൻ 25 എൻ്റർ. അപ്പോൾ ഇത്രയും നാം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സർക്കിളാണ് വരക്കേണ്ടത്. ഈ സർക്കിൾ റേഡിയസ് 26 ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിന്റ്, ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ്സെറ്റ് ചെയ്ത് 50 ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ വെർട്ടിക്കൽ ലൈൻ 84 ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ് ആയിരിക്കും അതിൻ്റെ സെൻറ്റർ പോയിന്റ്. അപ്പോൾ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ആദ്യം ഹൊറിസോണ്ടൽ ലൈൻ 50ലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. ഓഫ്സെറ്റ് കമാൻഡിൻ്റെ ഷോർട്ട്കട്ട് O ആണ്. O എൻ്റർ, 50 എൻ്റർ സെലക്ട് ചെയ്യുക, ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി 84, ഈ വെർട്ടിക്കൽ ലൈൻ 84, അപ്പോൾ 84 എൻ്റർ, 84ലേക്ക് സെലക്ട് ചെയ്ത് ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ആ സർക്കിൾ റേഡിയസ് 26 ആണ്. 26 റേഡിയസിൽ ഇവിടെ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് സർക്കിൾ നമുക്ക് വരക്കാം. അപ്പോൾ സർക്കിൾ കമാൻഡ് എടുക്കാം, സെൻറ്റർ റേഡിയസ് സെലക്ട് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 26 എൻ്റർ. അപ്പം 3 സർക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സർക്കിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിൻ്റെ സെൻറ്റർ പോയിന്റ് നമുക്ക് കിട്ടുന്നില്ല. റേഡിയസ് 17 ആണെന്ന് നമുക്കറിയാം, പക്ഷെ അതിൻ്റെ സെൻറ്റർ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് സെൻറ്റർ പോയിന്റ് കിട്ടാതിരുന്നിടത്തോളം നമുക്ക് ഈ സെൻറ്റർ പോയിന്റ് വെച്ചുള്ള സർക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ 3 സർക്കിളിനെയും ആസ്പദമാക്കിയുള്ള ഒരു സർക്കിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ഇതിൻ്റെ 3ൻ്റെയും ടാൻജൻറ്റ് സ്പർശിക്കുന്ന ഒരു സർക്കിളായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ സർക്കിൾ കമാൻഡിൽ ടാൻ എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്. ഈ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഈ സർക്കിൾ വരക്കാം. ഫസ്റ്റ് ടാൻജൻറ്റ് ഇത് സെലക്ട് ചെയ്യുക, സെക്കൻഡ് ടാൻജൻറ്റ് ഈ സർക്കിളിൻ്റെ ടാൻജൻറ്റ് സെലക്ട് ചെയ്യുക, തേർഡ് ടാൻജൻറ്റ് ഈ സർക്കിളിൻ്റെ ടാൻജൻറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 2 സർക്കിളുകളും ഇങ്ങോട്ട് മിറർ ചെയ്യണം, ഈ ഭാഗത്തേക്ക് മിറർ ചെയ്യണം. അപ്പോൾ മിറർ കമാൻഡ് ഉപയോഗിക്കുക. മിറർ കമാൻഡിൻ്റെ ഷോർട്ട്കട്ട് MI ആണ്. MI എൻ്റർ. 2 സർക്കിളും സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി
ഫസ്റ്റ് പോയിന്റ് ഓഫ് ദി മിറർ ലൈൻ, മിററിൽ നമുക്ക് ഇതിന്റെ ക്വാഡ്രന്റ് ആയിട്ട് ഉപയോഗിക്കുക. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ഈ ക്വാഡ്രന്റ് ആയിട്ടും സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പം മിറർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഈ സർക്കിളിന്റെ ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കളയാം. ട്രിം കമാൻഡ് ഉപയോഗിക്കാം. അപ്പോൾ ട്രിം കമാൻഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഏതാണ് നോക്കാം. TR എൻ്റർ എൻ്റർ. ട്രിം കമാൻഡിന്റെ ഷോർട്ട്കട്ട് TR ആണ്. അപ്പം നമ്മൾ ഇവിടെ ഇത് നമ്മൾ ട്രിം ചെയ്ത് കളയാം. ഈ സർക്കിളിന്റെ ഈ ഭാഗവും ട്രിം ചെയ്ത് കളയാം. അതിന് മുകളിൽ നമുക്ക് അത് ട്രിം ചെയ്തതിന് മുമ്പ് ഈ രണ്ട് ലൈൻ നമ്മൾ ഓഫ്സെറ്റ് ചെയ്ത ഈ രണ്ട് ലൈനും ഒഴിവാക്കി കഴിഞ്ഞാൽ ട്രിം കുറച്ച് മതിയാവും. പിന്നെ നമുക്ക് ഈ ഭാഗം കൂടി ട്രിം ചെയ്ത് കളയാം. അപ്പോൾ TR എൻ്റർ എൻ്റർ. ഈ ഭാഗം ട്രിം ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗമാണ് ഉപയോഗിക്കേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത്. റേഡിയസ് 30. അപ്പോൾ ഈ സർക്കിളിന്റെ ഇടയിലുള്ള റേഡിയസ് 30 ആണ്. അപ്പോൾ ഇത് ശരിക്കും ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റേഡിയസ് ആണ്. ഈ സർക്കിളും തമ്മിൽ ഫില്ലറ്റ് ചെയ്ത് 30 റേഡിയസിൽ ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ആർക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം. ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിക്കാം. ഫില്ലറ്റിന്റെ ഷോർട്ട് F ആണ്. F എൻ്റർ. റേഡിയസിന് R എൻ്റർ. ഇനി 30 ആണ്. 30 എൻ്റർ. ഇനി മൾട്ടിപ്പിൾ ആണ്, രണ്ട് ഭാഗത്തും ഉണ്ട്. അപ്പം M എൻ്റർ. മൾട്ടിപ്പിളിന്റെ ഷോർട്ട്കട്ട് M ആണ്. M എൻ്റർ. അപ്പം രണ്ടും നമുക്ക് ഫില്ലറ്റ് ചെയ്യാം. ഇനി ഈ സർക്കിളിന്റെ ഈ ഭാഗം സെലക്ട് ചെയ്യുക, ഈ സർക്കിളിന്റെ ഈ ഭാഗം സെലക്ട് ചെയ്യുക, ഇതിന്റെ ഈ ഭാഗവും സെലക്ട് ചെയ്യുക. അപ്പം ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഈ സർക്കിളിന്റെ ഈ രണ്ട് ഭാഗവും ട്രിം ചെയ്യാം. TR എൻ്റർ എൻ്റർ. TR ആണ് ഷോർട്ട്കട്ട്. ഇത് ട്രിം ചെയ്യുക, ട്രിം ചെയ്യുക. ട്രിം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം ട്രിം ചെയ്ത് ശരിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ടോപ്പ് സെക്ഷനിലുള്ള ഭാഗങ്ങളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് 48 യൂണിറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്യണം. ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ടാണ്. ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റ് 48 ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. പിന്നെ ഈ വെർട്ടിക്കൽ ലൈൻ 31, 62 ആണ് ആകെയുള്ളത്. അപ്പോൾ ശരിക്കും 31 ആയിട്ട് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഇതിന്റെ രണ്ടിന്റെയും ഡിസ്റ്റൻസ് 62 ആണ്. അപ്പോൾ 31. അപ്പോൾ വെർട്ടിക്കൽ ലൈൻ 31ലേക്കും ഹൊറിസോണ്ടൽ ലൈൻ 48ലേക്കും നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് ഉപയോഗിക്കാം. O എൻ്റർ. ഓഫ്സെറ്റിന്റെ ഷോർട്ട്കട്ട് O ആണ്. 48 എൻ്റർ. സെലക്ട് ചെയ്യുക 48. ഇനി ഈ 31 എൻ്റർ. ഇത് 31 ആണ്. വെർട്ടിക്കൽ ലൈൻ 31ലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. എസ്കേപ്പ് ചെയ്യാം. ഈ സെന്റർ പോയിന്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ചെയ്തത്. ഈ സെന്റർ പോയിന്റ്, ആ സെന്റർ പോയിന്റിൽ നമ്മൾ ഡയമീറ്റർ 22-ൻ്റെയും ഡയമീറ്റർ 10-ൻ്റെയും രണ്ട് സർക്കിളുകളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ സർക്കിൾ കമാൻഡ് എടുക്കുക, സെന്റർ ഡയമീറ്റർ എടുക്കുക, ഡയമീറ്റർ 22. നെക്സ്റ്റ് സർക്കിൾ കമാൻഡ് എടുക്കുക, സെന്റർ ഡയമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഡയമീറ്റർ 10 എൻ്റർ. അപ്പോൾ നമ്മളത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മിറർ ചെയ്യാം. ഇങ്ങോട്ട് മിറർ ചെയ്യാം. അപ്പോൾ മിറർ ചെയ്യാനായിട്ട് നമ്മൾ കഴിക്കാം. അപ്പോൾ മിററിന്റെ ഷോർട്ട്കട്ട് MI ആണ്. MI എൻ്റർ. ഈ രണ്ട് സർക്കിളും സെലക്ട് ചെയ്യുക. മിറർ ചെയ്യാനുള്ള രണ്ട് സർക്കിളും സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇനി മിറർ ലൈനിന്റെ ഫസ്റ്റ് പോയിന്റ് ഈ പോയിന്റും സെക്കൻഡ് പോയിന്റ് ഈ സെന്റർ പോയിന്റായിട്ട് സെലക്ട് ചെയ്യുക.
എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മളത് മിറർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലൈനും ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മൾ ഈ ഓഫ്സെറ്റ് ചെയ്ത ലൈനുകൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ റേഡിയസിലുള്ള ഒരു ആർക്കാണ് വേണ്ടത്. ഈ റേഡിയസിലുള്ള ഒരു ആർക്ക്. ഈ ആർക്ക് നിർമ്മിക്കുന്നതിന് പകരം നമ്മൾ ടാൻ റേഡിയസിലുള്ള ഒരു സർക്കിൾ നിർമ്മിക്കഴിഞ്ഞാൽ ഈ ആർക്ക് കിട്ടും. ബാക്കിയുള്ള സർക്കിളിലെ ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ സർക്കിൾ കമാൻഡ് എടുക്കാം, ടാൻ റേഡിയസ് എടുക്കാം. ഫസ്റ്റ് ടാൻജന്റ് ഈ സർക്കിളിൻ്റെ ഈ ഭാഗത്ത് സെലക്ട് ചെയ്യുക. സെക്കൻഡ് ടാൻജന്റ് ഈ സർക്കിളിൻ്റെ ഈ ഭാഗം സെലക്ട് ചെയ്യുക. ഇനി റേഡിയസ് 48 ആണ്. 48 എൻ്റർ. അപ്പോൾ ശരിക്കും ആ സർക്കിളിനെ ടാൻജന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സർക്കിൾ വന്നു കഴിഞ്ഞു. ഈ രണ്ട് സർക്കിളുകളും ടാൻജന്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു സർക്കിൾ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നമുക്ക് ഈ ആർക്ക് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം ട്രിം ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ ട്രിം കമാൻഡ് ഉപയോഗിക്കാം. TR എൻ്റർ. ഈ ഇത് ട്രിം ചെയ്യാം. ഈ ഭാഗം ട്രിം ചെയ്യാം. പിന്നെ ഈ ഭാഗം നമുക്ക് എറേസ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും. ഈ ആണ് എറേസിൻ്റെ ഷോർട്ട്. ഈ എൻ്റർ. ഇത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഭാഗം കൃത്യമായി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഭാഗമാണ് റേഡിയസ് 50 ആണിത്. 50 റേഡിയസ് 50. ഈ ഭാഗത്തു നിന്നുള്ള ഒരു റേഡിയസ് 50 ഒരു സർക്കിൾ ഫില്ലറ്റ് ചെയ്ത് നമുക്ക് എടുക്കണം. ഈ സർക്കിൾ രണ്ടും ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റേഡിയസ് 50ലേക്ക് ഫില്ലറ്റ് ചെയ്യാം. ആ ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിക്കാം. F ആണ് ഷോർട്ട് കട്ട്. F എൻ്റർ. 50 ആണ്. 50 എൻ്റർ. ഈ സർക്കിളിൻ്റെ ഈ ഭാഗവും സെലക്ട് ചെയ്ത് ഫില്ലറ്റ് ചെയ്യുക. അപ്പോൾ ആ ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ ഇതിൻ്റെ ടാൻജന്റിൽ നിന്ന് ഈ സർക്കിളിൻ്റെ ടാൻജന്റിലേക്ക് ഒരു ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് കൊടുക്കാം. ഇതുപോലെ ഈ ലൈൻ കമാൻഡ് എടുക്കാം. ടാൻജന്റ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ടാൻജന്റ് സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. ഇത് നമുക്ക് മിറർ ചെയ്യാം. അപ്പം MI എൻ്റർ. മിററിൻ്റെ ഷോർട്ട്കട്ട് MI ആണ്. മിറർ ചെയ്യേണ്ട ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഈ ലൈൻ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. മിറർ ലൈനിൻ്റെ ഫസ്റ്റ് പോയിന്റ് ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ഈ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ അത് മിറർ ചെയ്തും കഴിഞ്ഞു നമ്മൾ. ഇനി നമുക്ക് വേറൊരു കാര്യം, ഈ സർക്കിൾ ഞാൻ പറഞ്ഞിട്ടില്ല. അത് റേഡിയസ് 55 ആണ്. ഈ ഭാഗത്തുള്ള റേഡിയസ് അത് നമുക്ക് ആ ആർക്ക് ആണ് വരക്കേണ്ടത്. ആ ആർക്ക് വരക്കാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് എൻഡ് റേഡിയസ് ആർക്കാണ് എടുക്കേണ്ടത്. സ്റ്റാർട്ട് എൻഡ് റേഡിയസ്. അപ്പോൾ സ്റ്റാർട്ട് എൻഡ് ആർക്ക് കമാൻഡിൽ പോയിട്ട് സ്റ്റാർട്ട് എൻഡ് റേഡിയസ് സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് പോയിന്റ് ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. എൻഡ് പോയിന്റ് ഈ പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. എൻഡ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഇനി റേഡിയസ് 55 ആണ്. 55 എൻ്റർ. അപ്പോൾ അതും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സർക്കിളുകളുടെ ഈ ക്വാഡ്രന്റിൽ നിന്ന് ഈ സർക്കിളിൻ്റെ ഈ ക്വാഡ്രന്റിലേക്ക് ഒരു ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കാം. ഈ സർക്കിളിൻ്റെ ഈ ക്വാഡ്രന്റിൽ നിന്ന് ബിഗിൻ ചെയ്യാം. ഈ സർക്കിളിൻ്റെ ഈ ക്വാഡ്രന്റിൽ എൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറവും ഈ ക്വാഡ്രന്റിൽ നിന്ന് ഈ ക്വാഡ്രന്റിലേക്ക് ലൈൻ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലൈൻ വരയ്ക്കാം. ഇപ്പോൾ കൃത്യമായി നമ്മൾ ഇത്
ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു കാര്യം കൂടി ചെയ്യാണ്ട് നമ്മൾ ഈ സർക്കിളിൻ്റെ ഈ ഭാഗം കൂടി ട്രിം ചെയ്യണം. അപ്പോൾ ട്രിം കമാൻഡ് ഉപയോഗിക്കാം. TR എൻ്റർ എടുക്കാം. ഇതും ട്രിം ചെയ്യാം. അപ്പോൾ ഈ ഫിഗർ അതേ രീതിയിൽ നമ്മൾ 2D ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. വ്യത്യാസമൊന്നുമില്ലാതെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.